ഇനി നമുക്ക് മടക്കുണ്ടാക്കുന്നതിന് നോക്കാം. ഈ മടക്കിന് നമ്മുടെ നാട്ടില് പല സ്ഥലത്ത് പല പേരാണ് പറയുന്നത്. തൃശ്ശൂർ സൈഡില് അയനാസ് എന്നാണ് പറയുന്നത്. ഈ പലഹാരം സാധാരണ നമ്മൾ വീട്ടിലധികം ഉണ്ടാക്കാറില്ല. ഇതെപ്പോഴും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കലാണ് പതിവ്. ഈ പലഹാരം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്. പക്ഷെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പം നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ മൈദപ്പൊടി ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുക്കാൻ പോണതിന് മുമ്പ് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് അയനാസിന് നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ഓയിലും വേണം. ആ ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് വലിയൊരു ഷീറ്റായിട്ട് പരത്തിയെടുക്കും. എന്നിട്ട് ഇത് ഓരോ ലെയറായിട്ട് ഫോൾഡ് ചെയ്തെടുക്കും. ഇത് ഓരോ ലെയറായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഈ മടക്ക് നമ്മൾ വറുത്തെടുത്ത് കഴിയുമ്പോൾ ഇത് ഓരോ ലെയറായിട്ട് തിരിഞ്ഞു വരണം. അതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഓരോ പ്രാവശ്യം മടക്കുമ്പോഴും മൈദയുടെ ഒരു പേസ്റ്റ് ചേർക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദയിലേക്ക് ആവശ്യത്തിന് ഓയിലും കൂടിയും ചേർത്തിട്ട് ഇത് നല്ല തിക്ക് പേസ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കരുത്, ഓയിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇത് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് ഈ മടക്കിൻ്റെ മുകളിലേക്ക് പഞ്ചസാരപ്പാനി ഒഴിച്ചു കൊടുക്കും. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ മടക്കാക്കാന്ന്. ഇത് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വെജിറ്റബിൾ ഓയിലും ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് ഇത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് നിങ്ങൾ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ 1/4 ടീസ്പൂണിനേക്കാളും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ചേർക്കാം. ഞാൻ കളറിനനുസരിച്ച് ചേർക്കാം, പക്ഷെ ഒരുപാട് ചേർക്കരുത്. ഇനി നിങ്ങൾക്ക് നല്ല യെല്ലോ ഫുഡ് കളർ കിട്ടുകയാണെങ്കിൽ ഈ മഞ്ഞൾപ്പൊടിക്ക് പകരം ഈ യെല്ലോ ഫുഡ് കളറും ചേർക്കാം. കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഫുഡ് കളറായിരിക്കും അവർ ചേർക്കണത്. ഈ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് കളർ കിട്ടില്ല. പക്ഷെ നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യെല്ലോ ഫുഡ് കളർ തന്നെ ചേർക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് കുഴച്ചെടുക്കുമ്പോൾ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കും മാവ്. അങ്ങനെ വെള്ളം എങ്ങാനും കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് കുറച്ച് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക. നമ്മൾ കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാണ്ട് വിട്ട് കിട്ടണം. ഇത് നമുക്ക് കൗണ്ടർ ടോപ്പും ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ ഇതിങ്ങനെ തന്നെ വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമുക്ക് വലിയൊരു ഷീറ്റായിട്ട് പരത്തിയെടുക്കാം. പെട്ടെന്ന് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് തേച്ച് വയ്ക്കാം. മൈദയുടെ പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ 1/2 കപ്പ് മൈദപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കും. ഈ മാവ് ഒറ്റ വലിയ ഷീറ്റായിട്ട് പരത്തിയെടുക്കാം. ഇതൊരു അരമണിക്കൂർ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കുമ്പോൾ ഇത് കൗണ്ടർ ടോപ്പുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ മൈദപ്പൊടി ഇട്ടാലും മതി. പക്ഷേ മൈദപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് ഓയിലിൽ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. വലിയ ഷീറ്റായിട്ട് നല്ല കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഓയിൽ നമ്മളിങ്ങനെ ഇതിൻ്റെ അടിയിൽ തേച്ച് കൊടുത്തേക്കണം. ഇതിങ്ങനെ അടിയിൽ ഒട്ടിപ്പിടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഓയിൽ തേച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിത് ലാസ്റ്റ് എടുക്കാൻ സമയത്ത് ഇതായി ഒട്ടിപ്പിടിച്ചിരിക്കും. ഇത്ര കനം കുറച്ച് പരത്താകുമ്പോൾ അത്രയ്ക്കും കനം കുറച്ചിട്ട് പരത്താം. അപ്പോൾ നല്ല കനം കുറച്ച് പരത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണം പേസ്റ്റ് തേച്ച് കൊടുക്കുക. ആ പേസ്റ്റ് ഒരുപാട് കനത്തിൽ തേച്ച് കൊടുക്കരുത്. ഒരുപാട് കനത്തിൽ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ പേസ്റ്റൊക്കെ പുറത്തേക്ക് വരും.
ഇത് ഏറ്റവും ലാസ്റ്റ് തേച്ച് കഴിഞ്ഞിട്ടും ഈ സ്പൂണിൻ്റെ ഒരു സൈഡ് വെച്ചിട്ട് ഈ കൂടുതലുള്ള പേസ്റ്റ് എടുത്ത് മാറ്റാം. ഇപ്പോൾ പേസ്റ്റ് ഷീറ്റിൻ്റെ എല്ലായിടത്തും തേച്ചിട്ടുണ്ട്. ഇനി ഷീറ്റിന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം. ഇത് ഇവിടെ നിന്ന് ഈ അറ്റത്തേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യും. ഇനി ഇതിൻ്റെ മുകളിലും ഈ പേസ്റ്റ് തേച്ച് കൊടുക്കാം. രണ്ടാമത്തെ ലെയറും പേസ്റ്റ് തേച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നും കൂടിയും ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ബാക്കിലേക്ക് ഫോൾഡ് ചെയ്യാം. ഇവിടെ എൻഡ് ഇവിടെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു ലെയറും കൂടിയും പേസ്റ്റ് തേക്കണം. ഇത് കുറച്ച് തിക്കിലടിക്കണം. നമുക്ക് ഈ ചപ്പാത്തി റോൾ വെച്ചിട്ട് പതുക്കൊന്ന് അധികം ബലം കൊടുക്കാണ്ട് പതുക്കൊന്ന് പരത്താം. ഇതൊന്നും കൂടിയും ഒരു ലെയറും കൂടിയും കിട്ടും. ഇത് പതുക്കൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കും ഈ പേസ്റ്റ് തേച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലും പേസ്റ്റ് തേച്ചിട്ടുണ്ട്. കൂടുതലുണ്ടെങ്കിൽ പേസ്റ്റ് മാറ്റാൻ മറക്കരുത്. ഇതൊന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്യാം. ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഇത്രയ്ക്ക് വീതിയിൽ കിട്ടും. ഇതിനെ ഒരേ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും കുറേശ്ശെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റായിട്ട് മതി. കുറച്ച് മാറ്റാം. വളരെ കുറച്ച് മാത്രം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ അത് നല്ല ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ അനിയൻ്റെ എൻഡിന് അത്ര ഫിനിഷിങ് ഇല്ല. ഇത് ഓരോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് വലിയ പീസായിട്ട് കട്ട് ചെയ്യണ്ട. ഇത് ഞാൻ 8 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസ് ഭയങ്കര ചെറുതായി. ഇതേപോലെ ഇത്രയ്ക്കുള്ള ഓരോ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പീസായിട്ട് എടുത്തിട്ട് പരത്തിയെടുക്കണം. ഇത് പരത്തിയെടുക്കുമ്പോൾ ഈ ചപ്പാത്തി കോലുമ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക. കുറച്ച് ഓയിൽ തേച്ചാൽ ഒരു 2 ഡ്രോപ്പ്. പക്ഷേ അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം പൊടിയിട്ടുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ഓയിൽ മുഴുവനും പെട്ടെന്നാണ്ട് കരിഞ്ഞു പോയി. അതുകൊണ്ടാണ് അതിൻ്റെ മുകളിലേക്ക് ഞാൻ പൊടിയിടാത്തത്. ഓയിൽ ഒഴിച്ചിട്ട് ഒട്ടിപ്പിടിക്കാണ്ട് ആക്കണത്. ഒട്ടും കനം പാടില്ല പരത്തിയെടുക്കുമ്പോൾ. എത്ര കനം കുറച്ചിട്ട് പരത്താമോ അത്രയ്ക്ക് കനം കുറച്ചിട്ട് പരത്താം. പിന്നെ പരത്തിയെടുക്കുമ്പോൾ ഈ സെൻറ്ററിൽ ഒട്ടും കനം പാടിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. ഇത് നീക്കി വയ്ക്കുക. ഇതേപോലെ എല്ലാനും ഇങ്ങനെ തന്നെ പരത്തിയെടുക്കാം. ഇതെല്ലാനും പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് വറുത്തെടുക്കുക. ഇനി ഇതിലേക്കുള്ള പഞ്ചസാര പാനി ഉണ്ടാക്കുകയും വേണം. ഇത് വറുത്തെടുക്കുകയും വേണം. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കാൻ വെക്കണം. ആ സമയത്ത് തന്നെ പഞ്ചസാര പാനിയും റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെക്കണം. നേരത്തെ പഞ്ചസാര പാനി ഉണ്ടാക്കി വയ്ക്കണ്ട. അപ്പോൾ ചിലപ്പോൾ അത് കട്ടയായി പോകും. കുറച്ച് നല്ല കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർക്കാം. ഞാൻ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. ഇതിന് വേണ്ടിയിട്ട് തീ ഓണാക്കാം. പഞ്ചസാര ആ വെള്ളത്തിൽ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് തിക്കായിട്ടിരിക്കണം. ഇതൊന്നും കൂടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതൊന്നും കൂടി നല്ല ക്ലിയർ ആയിട്ട് വരും. പഞ്ചസാരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഈ പഞ്ചസാരപ്പാനിയിൽ ഈ വെള്ളം കുറച്ചുകൂടി നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നന്നായിട്ട് ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഇത് സ്പൂണിലെടുത്തിട്ട് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ അതിങ്ങനെ ഓരോ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ വീഴണം. ഇത് പഞ്ചസാരപ്പാനി റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കാം. അപ്പോൾ നമ്മളിത് വറുത്തെടുത്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് റെഡി ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് തിക്കായിട്ട് പോകും. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയും ചേർത്ത് വയ്ക്കാം. ഇത് തീ ഓഫ് ചെയ്യേണ്ട, ഒരു ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കാം. ഇനി ഇത് വറുത്തെടുക്കുക. ഇത് വറുത്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് പരത്തി വെച്ചേക്കണ ഇത് ചേർക്കാം. ഇത് 2 വെച്ച് ചേർത്ത് കൊടുക്കാം.
ഇത് പൊന്തി ഇതിൻ്റെ ലെയർ തിരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മൊരിഞ്ഞ് കിട്ടില്ല. ഓരോ ലെയറായിട്ട് തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ വരണം മടക്ക്. കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നല്ല യെല്ലോ കളറിൽ കിട്ടും. അത് അവർ യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നത് കൊണ്ടാണ്. ഇത് രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്തെങ്കിലും വറുത്തെടുക്കുമ്പോൾ ഒട്ടും ഓയിലൊന്നും ഇത് കുടിക്കില്ല. പക്ഷെ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ഓയിൽ ഒഴിച്ചിട്ട് മുക്കിയിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇടുന്ന വഴിക്ക് തന്നെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം. എന്നാൽ മാത്രമേ ആ ലെയറുകൾ ശരിക്കും തിരിഞ്ഞു വരുള്ളൂ. ചൂട് കുറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ ലെയർ തിരിഞ്ഞു വരില്ല. ഞാനിതിവിടെ മൂന്നാമത്തെ ട്രിപ്പ് ഇട്ടപ്പോൾ കുറച്ച് ചൂട് കുറവായിരുന്നു. അതുതന്നെ ഇതിൻ്റെ ലെയർ അത്രയ്ക്ക് അങ്ങോട്ട് തിരിഞ്ഞില്ല. 1 2 3 4 5 6 7 ഇതിന് 7 ലെയറായിട്ടാണ് ഇത് തിരിഞ്ഞു വന്നേക്കുന്നത്. നിങ്ങൾ വറുത്തെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നല്ല ചൂടോട് കൂടിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ലെയർ ഇതേപോലെ തിരിഞ്ഞു വരില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പഞ്ചസാരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ഇത് പഞ്ചസാരപ്പാനി ഇതിൻ്റെ ഉള്ളിലേക്കും വീഴണം. അപ്പോൾ ഇതിൻ്റെ ഓരോ ലെയറിൻ്റെ ഉള്ളിലേക്കും ഒഴിച്ചു കൊടുക്കണം. ഇപ്പം മടക്ക് പഞ്ചസാരപ്പാനിയൊക്കെ ഒഴിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ പഞ്ചസാരപ്പാനി നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇതൊന്നും കൂടി നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ട് കഴിക്കാം. അതായിരിക്കും നല്ല ടേസ്റ്റ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ ഇത് പഞ്ചസാരപ്പാനിയൊക്കെ ഒഴിച്ചിട്ട് ഈ മടക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്.